ഫേമസ് ടൈലറിംഗ് ബെഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിഫോമിൻ്റെ ഒരു ഫുൾ സെറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ചുരിദാറാണ്, +1ൻ്റെ ചുരിദാറാണ്. ഇത് അതിൻ്റെ കോട്ടാണ്. ഇത് പാൻ്റായിട്ട് വരുന്നതാണ്. ഇതൊരു 4 പിള്ളേർക്കുള്ള യൂണിഫോമാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ജോഡിയാണ്. ഇതൊരു സ്കൂളിലേക്കുള്ള സെറ്റ്. ഇത് ഒരു 5 പേർക്കുള്ള യൂണിഫോമാണ്. അതിൻ്റെ ചുരിദാറിൻ്റെ പീസ് നമുക്ക് കിട്ടിയിട്ടില്ല, കോട്ടും പാൻറ്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുരിദാറിൻ്റെ പീസ് ഇന്ന് കളക്ട് ചെയ്യാൻ പോയിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഒരു 65 പിള്ളേരുടെ യൂണിഫോം തയ്ക്കേണ്ടതുണ്ട്. ഇതിപ്പം നിങ്ങളോർക്ക് സ്കൂൾ തുറന്നിട്ട് 1 മാസം കഴിഞ്ഞല്ലോ എന്ന്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ വരുന്നതല്ല. ഇത് നമുക്ക് ട്രൈബൽ ഹോസ്റ്റലിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സൗജന്യമായിട്ടൊരു പദ്ധതിയാണ്. അപ്പോൾ അവർക്ക് ഓണത്തിന് മുന്നേ അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 മുന്നേ യൂണിഫോം കൊടുത്തു തീർക്കാന്നുള്ളത്. അവർക്ക് ഓൾറെഡി ഒരു യൂണിഫോം ഉണ്ടാവും. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്ക് യൂണിഫോം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ട് തരുന്നത് ഗവൺമെൻറ്റാണ്. നമ്മൾ തുണിയെടുത്ത് തയ്ച്ച് നീറ്റായിട്ട് തയ്ച്ച് നമ്മൾ കുട്ടികൾക്ക് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ബില്ല് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നതാണ്. അങ്ങനത്തെ പദ്ധതിയാണ്. അപ്പം ഇത് 5-8 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ തനിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ വർക്കും തിരക്കും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ റൂമിന് സൗകര്യം കുറവാണ്. അപ്പോൾ നമ്മൾ വേറൊരു റൂം അതിനുവേണ്ടി നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രം പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് ആ റൂമിലേക്ക് ഇത് ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങളെ യൂണിഫോം കാണിച്ചു തരാം. ഇത് +1ൻ്റെ ആണെന്ന് പറഞ്ഞു. അത് വേറൊരു സ്കൂളിലെ +1ൻ്റെ ആണ്. അതിൻ്റെ യൂണിഫോം ചുരിദാർ പീസ് കിട്ടിയിട്ടില്ല, അതെടുക്കാൻ പോയിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് UP സ്കൂളിൻ്റെ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഹൈസ്കൂളിൻ്റെ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും കോട്ടുമായിട്ട് വരുന്നത്. ഇത് വേറൊരു സ്കൂളിൻ്റെ യൂണിഫോം, അതിൻ്റെ നീലയാണ്. അത് സെക്കൻഡറിയിലെ പിള്ളേരുടെ യൂണിഫോം, ഹൈസ്കൂൾ യൂണിഫോമും. ഇത് കോട്ടും പാൻറ്റുമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഇപ്പം തുണിയുള്ളത്. 2 ഹോസ്റ്റലിലെ തുണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒരു 65 പിള്ളേരോളം വരും. അപ്പോൾ അവരുടെ തുണി നമുക്ക് തയ്ക്കണം. അപ്പം എൻ്റെ കൂടെ വേറെ സഹായം തന്നെയാണ് ചെയ്യുന്നത്. ഒരു 2 മാസത്തെ നീണ്ട പ്രയത്നം കൊണ്ടാണ് നമുക്കിത് തീർത്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തുണി കൊണ്ടേ തന്നിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണി തീർക്കാം. പക്ഷേ അല്ലാതെ നമ്മളിത് തുണി പോയി കളക്ട് ചെയ്ത് ഓരോ സ്കൂളിൻ്റെയും വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയിട്ട് പോലും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം നമുക്കിത് വെട്ടി തയ്ച്ചെടുക്കാൻ. അപ്പം കുറച്ച് സമയം എന്തായാലും പിടിക്കും. അപ്പം ഓൾറെഡി കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം ഉണ്ടാവും. ഇല്ലാത്തവർക്ക് നമ്മൾ ഒരു ജോഡി പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇല്ലാത്ത പിള്ളേർക്ക് നമ്മൾ ഒരു ജോഡി സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ 30 അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 സർവ്വതും തീർത്തു കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവാരമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ചിലർ എന്നോട് ചില സംശയങ്ങൾ ചോദിച്ച് വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ എനിക്കിടാൻ പറ്റാത്തത് ഈ തിരക്ക് കൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അത് വീണ്ടും ഞാൻ ആ സംശയങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ സ്കൂളിൻ്റെ പാൻറ്റ് കട്ട് ചെയ്ത് നോക്കാം. സ്കൂളിൻ്റെ +1ൻ്റെ യൂണിഫോം. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ പീസ്, ഇത് കോട്ടിൻ്റെ പീസ്, ഇത് പാൻറ്റിൻ്റെ പീസ്. ഇതാണ് നമ്മളിപ്പം കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ പാൻറ്റ് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. പാൻറ്റ് തയ്ക്കുന്നത് ഇലാസ്റ്റിക് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് കോട്ട്, അതിനുശേഷം കട്ട് ചെയ്യാം. അതിനുശേഷം യൂണിഫോം കട്ട് ചെയ്യാം. അപ്പം നമുക്ക് അളവ് നോക്കാം. പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് 36 ആണ്, വണ്ണം വരുന്നത് 30.5 അപ്പോൾ നമ്മൾ ഈ ബുക്ക് നിറയെ പിള്ളേരുടെ അളവാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോ ഹോസ്റ്റലിലും പോയിട്ട് അവരുടെ അളവെടുത്ത് +1 പിള്ളേർ പിന്നെ വരുള്ളൂ. ആദ്യം ഹൈസ്കൂളിൽ UPയുടെ അളവെടുത്ത് അവരുടെ തുണി തയ്ക്കുമ്പോഴത്തേക്ക് +1 പിള്ളേർ വരുള്ളൂ. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പോയി അളവെടുത്ത് തുണി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി തുണിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുറമേ ഉള്ള വർക്കുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പിള്ളേരുടെ അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം വെട്ടാൻ പോകുന്ന കൊച്ചിൻ്റെ പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് 36 ആണ്. അപ്പം ഇറക്കം 36, വണ്ണം 30.5, ഇപ്പോൾ വണ്ണം 36. ഇങ്ങനെ 3 അളവാണ് നമുക്ക് പാൻറ്റിനുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വള്ളി വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ 4 ഇഞ്ചാണ് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടുക. ഇതിപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ചാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നമ്മൾ ആ തുണി 2ആക്കി മടക്കിയാണ് ഉള്ളത്. ആ തുണിയെ നമ്മൾ ഒന്നുകൂടെ 4ആക്കി മടക്കണം. നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്.
നമ്മളിവിടെ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നോക്കണം. നമുക്ക് വേണ്ടത് തയ്ച്ച് തീരുമ്പോൾ 36.5 ഇഞ്ചാണ്. 36 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ വേണ്ട ഇറക്കം. 36 അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 36ന് 5 കൂട്ടുമ്പോൾ 41 വന്നു. അപ്പോൾ 41 നമ്മളിവിടെ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് 41 മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് പാൻറ്റിൻ്റെ മുകൾ വശം, അതായത് ഓപ്പൺ സൈഡ് മുകൾ വശം എടുത്തു. ഇത് ഓപ്പൺ അല്ലാത്ത വശം നമ്മൾ കാലിൻ്റെ അടിവശം, അടിവശത്ത് നമ്മൾ 7 ഇഞ്ചാണ് വണ്ണത്തിനെടുക്കുന്നത്. കാരണം പിള്ളേർക്ക് ഒരുപാട് വണ്ണം ഇഷ്ടമില്ല. തയ്ക്കുന്ന വണ്ണം 6 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പും, ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് വണ്ണം നോക്കുക. അതായത് നമുക്ക് 30 അരവണ്ണം വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പം 4 ഇഞ്ച് ലൂസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 34 കിട്ടുന്നത്. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.5. അപ്പം എലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ആ 8.5 ഇഞ്ച് പോരാ. നമുക്ക് വള്ളിയാണെങ്കിൽ എത്ര വണ്ണം വേണേലും കൂട്ടാം. പക്ഷേ എലാസ്റ്റിക്കിന് ഒരു നിശ്ചിത വണ്ണമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഞൊറിയായിട്ട് വൃത്തി ഉണ്ടാവില്ല. അപ്പം നമ്മൾ 34ൻ്റെ 4 ഭാഗം 8.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഈ വണ്ണത്തിൽ നമുക്ക് ഒരിക്കലും ഇലാസ്റ്റിക് ഇടാൻ പറ്റില്ല. അതായത് കറക്റ്റ് വണ്ണത്തിൽ നമുക്ക് ഒരിക്കലും എലാസ്റ്റിക് ഇടാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരവണ്ണം 4 പീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അരവണ്ണത്തെ 4 ഭാഗിച്ചു. ലൂസ് കൂട്ടിയിട്ട്, അതായത് 30ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 34നെ നമ്മൾ 4 ഭാഗിച്ചു. 4 ഭാഗിച്ച് നമുക്ക് ആ വണ്ണത്തിൽ എലാസ്റ്റിക് ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ലൂസ് കൂട്ടണം. അപ്പോൾ നമ്മൾ ഈ അരവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 5 ഇഞ്ച് ലൂസ് കൂട്ടണം. ഇപ്പോൾ 8.5 അടയാളപ്പെടുത്തി. നമ്മൾ ആ 8.5യുടെ ഒറിജിനൽ അരവണ്ണം അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ നമ്മൾ 5 ഇഞ്ച് ലൂസ് എലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് വണ്ണം നമുക്ക് പാൻറ്റിനായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാണോ നമ്മൾ ഈ എടുക്കുന്ന വണ്ണം എത്രയാണോ അത് തന്നെ താഴേക്ക് കൊടുക്കും. അത് എല്ലാവർക്കും പെർഫെക്റ്റ് ആവില്ല, ചിലർക്ക് അത് കറക്റ്റായി വരാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് എലാസ്റ്റിക് ഇടേണ്ട 2.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി വെക്കണം. ഇപ്പോൾ എലാസ്റ്റിക് ഇടേണ്ട 2.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. താഴെ വശത്ത് നമ്മൾ 2 ഇഞ്ച് മടക്കുന്നതിനായിട്ട് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം. ഇത് നമ്മൾ അടിവശത്തെ പടി മടക്കുന്നതിനുള്ള, നമുക്ക് ചെറിയ വീതി മടക്കിയാൽ പോരാ, ഇച്ചിരി വീതിയിൽ നമുക്ക് മടക്കണം. 1 ഇഞ്ച് 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ പടി മടക്കണം. കാരണം സ്കൂൾ യൂണിഫോം ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക രൂപമുണ്ട്. അതായത് ഇന്ന രീതിയിൽ തയ്ക്കാവൂ എന്ന് നിർബന്ധതയുണ്ട്. ഓരോ സ്കൂളിന് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എലാസ്റ്റിക്കിനുള്ളതും നമ്മുടെ ഇറക്കം ഇതാണ്. എലാസ്റ്റിക്കിനുള്ള 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വണ്ണം എടുത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെയാണ്, ഇത് +1 പഠിക്കുന്ന കൊച്ചാണ്. അപ്പോൾ നമ്മൾ ചെറിയ പിള്ളേർക്കാണെങ്കിൽ നമുക്ക് ഈ അരവണ്ണത്തിൻ്റെ കൂടെ നമുക്ക് 4 ഇഞ്ച് ലൂസ് മതിയാവും. അതിപ്പോൾ നമ്മൾ വലിയവരാണെങ്കിൽ ഒരു 40-42 ഇഞ്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ ഇത് ഫുൾ എടുക്കേണ്ടി വരും. അതായത് ഇത് വീതി കുറഞ്ഞ തുണിയാണ്. അപ്പോൾ നമുക്കിവിടെ എത്രയാണോ വരുന്നത്, ഇവിടെ 17.5 ഉള്ളത്. അപ്പോൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റുക. അതായത് ഒരു 16 നമുക്ക് അരവണ്ണം എടുക്കേണ്ടി വരും. അതായത് 40-42 അരവണ്ണം ഉള്ളവർക്ക് നമ്മൾ അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മുടെ ക്രോച്ച് ലെങ്തിൻ്റെ വീതിക്കായിട്ട് അടയാളപ്പെടുത്തിയിട്ട്, നമ്മളിതിപ്പോൾ ക്രോച്ച് ലെങ്ത് ഇവിടെ നല്ല ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്, അകലം എടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ നിന്ന് അരവണ്ണം പിടിച്ചിട്ടാണുള്ളത്. വണ്ണം നല്ലപോലെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ക്രോച്ച് ലെങ്തിൻ്റെ അകലം നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് ക്രോച്ച് ലെങ്ത് വരയ്ക്കാം. ഇതിപ്പം പിള്ളേരായതുകൊണ്ടാണ് നമ്മൾ അരവണ്ണത്തിൻ്റെ കൂടെ 5 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്താണ് അടയാളപ്പെടുത്തേണ്ടത്. ചിലർ ഇവിടെ എടുക്കുന്ന അരവണ്ണം എത്രയാണോ അത് തന്നെ താഴോട്ട് അടയാളപ്പെടുത്തും. പക്ഷെ അതെല്ലാവർക്കും കറക്റ്റായി വരുന്നില്ല. വണ്ണം ഉള്ളവർക്കാണെങ്കിൽ അരവണ്ണം എത്രയാണോ അത് തന്നെ താഴോട്ട് അടയാളപ്പെടുത്തും. പക്ഷെ അതെല്ലാവർക്കും കറക്റ്റായി വരുന്നില്ല. വണ്ണം ഉള്ളവർക്കാണെങ്കിൽ പൊക്കത്തിനനുസരിച്ച് ക്രോച്ച് ലെങ്തിന് വ്യത്യാസം വരും. അപ്പോൾ ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ഹിപ്പിൻ്റെ താഴത്തെ വണ്ണം, അതായത് നമ്മുടെ ബട്ടക്സിന് ചുറ്റി വരുന്ന വണ്ണത്തിൻ്റെ 1/3 വണ്ണം എടുത്താൽ 1/3 വണ്ണം എടുത്താൽ നമുക്ക് ക്രോച്ച് ലെങ്ത് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമ്മൾ ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കുന്നത് 30ന് ബട്ടക്സിൻ്റെ വണ്ണം വരുന്നത് 36. 36നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12. അപ്പം നമ്മളെപ്പോഴും എലാസ്റ്റിക് ഇടുന്നതിൻ്റെ താഴേക്കാണ് ഈ വണ്ണം അടയാളപ്പെടുത്തുള്ളൂ. അപ്പം നമ്മൾ 12 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തും. അതായത് നമ്മൾ എലാസ്റ്റിക് ഇടുന്നതും കൂടെ കൂട്ടി അടയാളപ്പെടുത്തി നമുക്ക് ഈ അളവ് തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗം ഒഴിവാക്കി നിർത്തിയിട്ടാണ് നമ്മൾ ക്രോച്ച് ലെങ്തിൻ്റെ ഇറക്കം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 36നെ 3 കൊണ്ട് ഹരിച്ചപ്പം, അതായത് ബട്ടക്സിൻ്റെ വണ്ണത്തെ
3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ക്രോച്ച് ലെങ്തിൻ്റെ ഇറക്കം കിട്ടി. ഇത് ഏതൊരു വണ്ണക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് 42 ഹിപ്പ് വണ്ണം ഉണ്ട്, വട്ടക്സിൻ്റെ വണ്ണം ഒരു 45 ആണെങ്കിൽ 45നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടും. അപ്പോൾ അതെപ്പോഴും നമ്മൾ വള്ളിയിടുന്ന പടിയുടെ താഴെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇടുന്ന പടിയുടെ താഴെ വെച്ചിട്ടായിരിക്കണം ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത്. ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ അകലം നമുക്കിവിടെ 1 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് പിള്ളേരായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര അടയാളപ്പെടുത്തി, അതായത് വണ്ണം അടയാളപ്പെടുത്തി, ക്രോച്ച് ലെങ്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി, ക്രോച്ച് ലെങ്തിൻ്റെ അകലം അടയാളപ്പെടുത്തി. നമ്മൾ താഴ്വശത്തെ വണ്ണം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ച് ലെങ്തിൻ്റെ അകലം അടയാളപ്പെടുത്തിയതും ഈ വണ്ണം കൂടെ ചേർത്ത് വയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു നേർരേഖ കൊടുക്കാം. ഇനി ഈ പാൻറ് നമുക്ക് വണ്ണം കൂടുതലുള്ള, അതായത് നമ്മുടെ കാലിന് ലെഗിന് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഷേപ്പ് ചെയ്യേണ്ട, വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഈ പാൻറ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഷേപ്പ് സ്കെയിൽ എടുക്കാം. അപ്പോൾ ഈ വര ഇവിടെ മുട്ടുന്ന പോലെ ഈ നമ്മൾ അകലത്തിൻ്റെ അവിടെ ഇത് മുട്ടുന്ന പോലെയും വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ, അതായത് ലെഗിന് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ ഈ പാൻറ്റിൻ്റെ ഇവിടം കൊണ്ട് നമുക്ക് പിടുത്തമുണ്ടാവും, ഈ താഴ്വശം ഈ സൈഡ് മുകളിലേക്ക് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒന്നിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈഡ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് വണ്ണം ഉള്ളവർ, കാലിന് വണ്ണം ഉള്ളവർ ഈ ഷേപ്പ് ചെയ്യേണ്ട, പകരം വണ്ണം കുറഞ്ഞവർ, കാലിന് വണ്ണം കുറഞ്ഞവർ ഈ ഷേപ്പ് ചെയ്ത് പാൻറ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ക്രോച്ച് ലെങ്തിൻ്റെ ഷേപ്പും കൂടെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ യൂണിഫോം പാൻറ്റിൻ്റെ നമ്മൾ വരച്ചിട്ടുള്ളത്. നമുക്കിതിന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിവശത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയിടുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് തയ്യൽത്തുമ്പം കൊണ്ട് ഉൾപ്പെടുത്തിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ വരച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് ബോട്ടം പീസ് വേണമെങ്കിൽ, അതായത് വള്ളിയൊക്കെ വെക്കുന്നെങ്കിൽ നമുക്ക് ഈ പീസ് ഉപകാരപ്പെടും. അതായത് ഇവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 2 പീസിൽ ബോട്ടം പീസ് ഇവിടുന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിലത്തെ ബാൻഡ് പീസ് നമുക്ക് ആവശ്യമില്ല. ബാൻഡ് പീസ് വെക്കാനാണ് നമ്മളത് കട്ട് ചെയ്യാത്ത ഭാഗത്ത് അടിവശം വരത്തിയിട്ട്, അതായത് ഓപ്പൺ അല്ലാത്ത സൈഡിൽ അടിവശം വരത്തിയിട്ട് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാൻഡ് പീസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 2 പീസിൽ ബാൻഡ് പീസ് വെട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ബാൻഡ് പീസിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇത്രയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഈ ഒരു പീസ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ യൂണിഫോം പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 2 ജോഡി ഡ്രസ്സാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ജോഡിയുടെ പാൻറ് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുരിദാർ കട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ പീസ് കോട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് വെച്ച് ആണ് തയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുരിദാർ വെട്ടി കഴിഞ്ഞിട്ട് കോട്ടിനുള്ള പീസ് വെട്ടിയെടുക്കാം. ഹോസ്റ്റലിൽ ചിലപ്പോൾ 3-4 പേരൊക്കെ ഉണ്ടാവുള്ളൂ +1-ന്. അപ്പം ഹൈസ്കൂളിൽ 10, 20, 30 പേരൊക്കെ ഉണ്ടാവും. UP സ്കൂളിലും ചിലപ്പം 10, 15 പേരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പം 2, 3 സ്കൂളിലെയൊക്കെ പിള്ളേരായിരിക്കും. പല യൂണിഫോം ആയിരിക്കും, പല കളർ യൂണിഫോം ആയിരിക്കും അവർ ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചുരിദാറിനുള്ളത് 2ആക്കി മടക്കിയിട്ടു. നമുക്കിങ്ങനെ നീളത്തിലാണ്, വീതിയിലാണ് തുണി മടക്കി തന്നിട്ടുള്ളത്, റോളായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നടുവേ മടക്കി. ഇനി നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് നോക്കാം. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ ഇറക്കം വരേണ്ടത് 42 ആണ്. അപ്പോൾ നമുക്ക് ആ 42ൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 43.5-ൽ തുണി 4ആക്കി മടക്കണം. ആദ്യം നമുക്ക് അടിവശം ക്ലിയർ ചെയ്യാം. നമ്മൾ കൂടുതൽ റോളായിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ അടിവശം ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നോടെ മടക്കണം. അതായത് ഇതിപ്പോൾ 2 ആയിട്ടേ ഉള്ളൂ, പുറകുവശം വെട്ടാൻ മാത്രമേ ഉള്ളൂ. നമുക്കിനി
43.5 അളന്നിട്ട് നമുക്ക് വേണ്ട ഇറക്കം അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി അളന്നിട്ട് നമുക്കത് 4 ആക്കി മടക്കണം. അപ്പോൾ 43.5 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടേപ്പ് പിടിച്ച് ഈ തുണി നമ്മൾ ഇതിങ്ങനെ മടക്കും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മടക്കി ഇട്ടു. നമുക്കൊന്നുകൂടെ അളന്ന് നോക്കണം, കാരണം നമ്മൾ മടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇറക്കത്തിൽ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ അളന്ന് നോക്കുക. നമുക്ക് 43.5 തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഷോൾഡർ വരുന്നത് 14.5 അപ്പോൾ ചുരിദാർ ആയാലും സാരി ബ്ലൗസ് ആയാലും എന്ത് ഡ്രസ്സ് ആയാലും നമ്മൾ പുറകുകഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുറകുകഴുത്ത് നമുക്ക് 2.5 ഇഞ്ച് നമ്മൾ ഇറക്കം എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നമുക്ക് 1 ഇഞ്ചേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അകലം നമുക്ക് 2 ഇഞ്ച് എടുക്കാം. വണ്ണത്തിനനുസരിച്ച് അകലത്തിലും ഇറക്കത്തിലും വ്യത്യാസം വരുവേ. പൊക്കത്തിനനുസരിച്ച് കഴുത്തിറക്കത്തിലും അകലത്തിലും വ്യത്യാസം വരും. വണ്ണത്തിനും പൊക്കത്തിനും അനുസരിച്ച് കഴുത്തിറക്കത്തിലും അകലത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് ആകുമ്പോൾ 14.5 ഇഞ്ച് ആകുമ്പോൾ 7.25 ഷോൾഡറിൻ്റെ പകുതി. അപ്പോൾ നമുക്കതിൽ നിന്നും 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 13.25 13.25 പകുതി എന്ന് പറയുന്നത് 6.25. അപ്പോൾ നമ്മൾ 6.25 ഇവിടെ അടയാളപ്പെടുത്തി. അതായത് കഴുത്തിറക്കം ഇതായതുകൊണ്ട് കുറവായതുകൊണ്ട് നമ്മൾ ഷോർട്ടിൽ നമ്മൾ 1 ഇഞ്ചാണ് കുറച്ചത്. 14.25 നമ്മൾ 1 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് 13.25 വന്നു. 13.25 പകുതി എന്ന് പറയുന്നത് 6.25. അത് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ കൈക്കുഴിയാണ്. അപ്പോൾ നമ്മൾ 6.25 ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ അതേ 6.25 തന്നെ നമ്മൾ കൈക്കുഴി കൊടുക്കില്ല. നമ്മളിവിടെ 6 ഇഞ്ചാണ് കൈക്കുഴി കൊടുക്കുക. കാരണം പിള്ളേരൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൈക്കുഴി ലൂസ് വന്നാൽ അത് ഊർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴി കറക്റ്റായിട്ട് നമ്മൾ അളവ് കൊടുക്കുകയുള്ളൂ. നമ്മൾ 6 ഇഞ്ചാണ് എടുത്തത്. നമ്മൾ കഴുത്തിറക്കം പുറകെ കഴുത്തിറക്കം 3 എടുത്തു, അകലം 2 എടുത്തു, ഷോൾഡർ 6.25 എടുത്തു, കൈക്കുഴി നമ്മൾ 6 എടുത്തു. ഇനി നമ്മൾ ചെസ്റ്റ് വണ്ണം. ഇപ്പം ചെസ്റ്റ് വണ്ണം ഈ കൊച്ചിന് 36. അപ്പോൾ 36ൻ്റെ കൂടെ 4 കൂട്ടുന്നു. 4 കൂട്ടുമ്പോൾ ഈ കൊച്ചിന് വെച്ച് വണ്ണമുള്ള കൊച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 ഇഞ്ച് തന്നെയാണ് ലൂസ് കൂട്ടുന്നത്. യൂണിഫോം ആകുമ്പോൾ ടൈറ്റിലൊന്നും ഇടാൻ പറ്റത്തില്ല, കുറച്ച് ലൂസ് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ലൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 40 വന്നു. അപ്പം നമുക്ക് കറക്റ്റ് 4 വണ്ണം 10. 10 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഒരു 12 എടുത്തിട്ട് 30 വേസ്റ്റ് വണ്ണം. അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടി, ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുക. കാരണം പിള്ളേരായതുകൊണ്ട് നമുക്ക് വയറിൻ്റെ ഭാഗത്ത് വണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 33 വരും. നമുക്ക് 8.25 വരും. വണ്ണം 8.25. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് വേണ്ടത്. അതൊരു 20 ഇഞ്ച് ഹിപ്പ് ലെങ്ത് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് അത് 36 തന്നെയാണ് ഹിപ്പ് ലെങ്ത് ഒരു ഹിപ്പ് വണ്ണവും വരുന്നത്. അപ്പം 36 വരുമ്പോൾ നമുക്ക് 10 ഇഞ്ച് അവിടെ നമുക്ക് 10 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വണ്ണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടി വയ്പ്പിക്കാം. അപ്പം ഇങ്ങനെയാണ് വരുന്നുണ്ടോ, നല്ല ഷേപ്പിലാണ്. പിള്ളേരായതുകൊണ്ട് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് എ ലൈൻ പോലെയാണ്, അതായത് യൂണിഫോം ആയതുകൊണ്ട് സ്ലിറ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ നമ്മൾ സൈഡ് ചേർത്ത് വിടും. അപ്പോൾ നമ്മൾ ഇത്രയും സേവ് ചെയ്ത് വേണം തുണി കട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കൈ കട്ട് ചെയ്യണം. അത് തന്നെയല്ല അവർക്ക് കോട്ടയിൽ ഈ തുണി
വെച്ച് കൊടുത്തിട്ടാണ്, അത് ഫ്രണ്ട് വശത്ത് ചുരിദാറിൻ്റെ തുണി അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കോട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് താഴെ വശത്ത് ചെരിച്ച് കൊടുക്കണം, അവിടെ തൂങ്ങിയിരിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടില്ല, കാരണം വെച്ചാൽ നമ്മൾ മുന്നും പുറകും ഒരുപോലെ വെട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തു. നമ്മളിത് കറക്റ്റ് വണ്ണമാണ് അടയാളപ്പെടുത്തിയത്, നമ്മൾ തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ പിള്ളേർക്കായതുകൊണ്ട് 1 ഇഞ്ചാണ്. അടുത്ത വർഷം വേറെയാണ് ഉപയോഗിക്കുക. അടുത്ത ഡ്രസ്സാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 1 ഇഞ്ചിൻ്റെ തയ്യൽത്തുമ്പ്, 1/2 ഇഞ്ചിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും നമ്മളിവിടെ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇടുന്നത്, കാരണം ഒരുപാട് തുണിയുടെ ആവശ്യം ഇവിടെ എങ്ങോട്ടില്ല. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇറക്കം കട്ട് ചെയ്തെടുക്കാം. ഇത്ര നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഷോൾഡർ വശം പിടിക്കാം. ഇനി നമുക്ക് പുറകു കഴുത്ത് യു ഷേപ്പ് വരച്ചിട്ട് വെട്ടിയെടുക്കാം. നമ്മൾ യു ഷേപ്പ് വരച്ച് വെട്ടിയെടുത്തു. നമുക്ക് ഈ പുറകു വശം മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശമാണുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് വശത്തിന് നമുക്ക് കഴുത്തിറക്കം കൊടുക്കേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കമായിട്ട് കൊടുത്തു. പുറകിൽ എത്രയാണോ നമ്മൾ അകലം കൊടുത്ത് ആ അകലം തന്നെ നമ്മൾ ഫ്രണ്ടിലും കൊടുത്തു. 2 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിത് വരച്ച് വെട്ടിയെടുക്കാം. പിന്നെ നമ്മൾ കൈക്കുഴി കുറച്ച് കുഴിച്ച് വെട്ടിയെടുക്കണം, ഫ്രണ്ട് വശം. അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിലൊന്നും കുറവ് വരാതെ തന്നെ നമ്മൾ ഇത് ഫ്രണ്ട് വശം നമ്മൾ ഇവിടെ മാത്രം, അതായത് നടുക്ക് വശം മാത്രം നമ്മൾ കുഴിച്ച് വെട്ടണം. അപ്പം നമ്മുടെ ഷോൾഡറിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. നമ്മളിവിടെ മാത്രം കുഴിച്ച് കട്ട് ചെയ്തു. അപ്പം നമുക്ക് ചുരിദാറിൻ്റെ ബോഡി പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചെറിയ പീസ്, നമുക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയ പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൈക്ക് കിട്ടില്ല. കൊച്ചിന് ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നും കൈ കിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നായിരുന്നു നമ്മൾ കൈ കട്ട് ചെയ്യുക. 3/4 ആണ് കൈ വേണ്ടത്. ഇവിടെ നിന്നായിരുന്നു കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് കൈ കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കഴുത്തിനായിട്ട്, അതായത് കഴുത്തിന് നമ്മൾ പീസ് വെച്ച് തയ്ക്കണം. അതിനായിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ കഴുത്തിനായിട്ട് മുറിച്ച് വെച്ചു. ഇനി നമുക്കിത് കോട്ടിൻ്റെ ആവശ്യത്തിനായിട്ട്, അതായത് നമ്മൾ കോട്ട് തയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് വെക്കാനായിട്ടുള്ളതാണ് ഇത്. അത് നമുക്ക് കോട്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കാം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പിള്ളേരുടെ അളവ് നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ പേരെഴുതി വെക്കണം കട്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്കത് മാറ്റാം. അതുകൊണ്ട് നമ്മൾ അവരുടെ പേരെഴുതി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. കൊടുക്കാൻ നേരത്ത് നമ്മൾ ഒരു കടലാസിൽ ഇവിടെ എഴുതിയിട്ട് ഇവിടെ പിൻ ചെയ്തിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ബോഡി പീസ് വെട്ടി. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്കിതൊന്ന് മടക്കി വെക്കാം, കാരണം കോട്ടിൻ്റെ ആവശ്യമാണ്. ഇനി നമ്മൾ കൈയാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ തുണി 2ആക്കി മടക്കിയതിനെ ഒന്നോടെ ഇങ്ങനെ നീളത്തിൽ തന്നെ 4ആക്കി മടക്കുന്നു. ഇതിന് ശേഷം ഇറക്കം എടുക്കുന്നു. ഇവർക്ക് 3/4 ആണ് ആവശ്യം. അപ്പം 14 ഇഞ്ച് 3/4 ഇറക്കമാണ്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഇറക്കം കൊണ്ട് കൂടുതലെടുക്കും. 15.
റിഗാൾ ഇറക്കം വരുന്നത് 3.5 ഇഞ്ച്, അതായത് 36 അല്ലേ, അപ്പോൾ 3.5 ഇഞ്ച് റിഗാൾ ഇറക്കം വരുന്നു. അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10ൽ1 ഭാഗം, 3.5 ഇഞ്ച് റിഗാൾ ഇറക്കം വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെരിച്ച് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അടിവശത്തെ വണ്ണം 10.5 അപ്പം 5.5 നമ്മൾ ലൂസും കൂടെ ചേർത്ത് 5.5 നമ്മൾ അടയാളപ്പെടുത്തി. മുകളിലത്തെ വണ്ണം വരുന്നത് 15 അപ്പോൾ അതിൻ്റെ പകുതി 7.5, ലൂസും കൂടെ ചേർത്ത് 7.25 അടയാളപ്പെടുത്തി. നമുക്കിതൊന്ന് ചേർത്ത് വരയ്ക്കാം. ഇത് പിള്ളേരായതുകൊണ്ട് തന്നെ ഇവർക്ക് കൈക്ക് വണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് പാൻറ്റ് ഷേപ്പ് ചെയ്തതുപോലെ തന്നെ നമുക്കിതും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷേങ്കിലും അത് ആവശ്യമാണ്. അപ്പോൾ നമുക്കിനി ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം. 8 ഇഞ്ച്, അപ്പോൾ 4 ഇഞ്ച് നമ്മൾ പകുതി അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കൈ വരച്ച് കൊടുക്കാം. നമ്മൾ കൈ വരച്ചിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ തലത്തുമ്പും കൂടെ വേണം. നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് തലത്തുമ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ അടിവശം മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ കൈയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്രണ്ട് വശം കുഴിച്ചു വെട്ടാം. നമ്മളതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു, പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കോട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റും കട്ട് ചെയ്തു, ചുരിദാറിൻ്റെ ടോപ്പും കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ സൈഡ് പീസ് നമ്മൾ കോട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. യൂണിഫോം തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാ ഡ്രസ്സും തയ്ക്കാൻ എനിക്കറിയാവുന്നെങ്കിൽ തയ്ക്കാൻ വേറെ ആരെയും നിർത്താറില്ല. പാൻറ്റ്, ഷർട്ട്, യൂണിഫോം, കോട്ട്, എന്ത് ഡ്രസ്സും ഞാൻ തയ്ക്കും. ഏത് തയ്യലും എനിക്കറിയാൻ. അപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്, ഷോപ്പൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് തയ്യൽ ദൈവാനുഗ്രഹത്താൽ കിട്ടാറുണ്ട്. എനിക്ക് പുറത്ത് കടയിടുവോ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇഷ്ടം പോലെ തയ്യൽ, വിവിധ മോഡൽ ഡ്രസ്സുകൾ, പുതിയ ന്യൂ മോഡൽ ഡ്രസ്സുകളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുതന്ന് തയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കോട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കോട്ടിനുള്ള തുണി ഇവിടെ വിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ തേരുവശം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ രണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇനി നമുക്ക് ഇറക്കമാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് കോട്ടിൻ്റെ ഇറക്കം വരേണ്ടത് 22 22 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 22 ഇഞ്ച് ഇറക്കം തയ്ച്ച് തീരുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയിടണം. നമുക്കിതൊന്ന് നേർരേഖ വരയ്ക്കാം. ഇത് 22 തയ്ച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതലിടണം. അപ്പോൾ 23.5 നമ്മളിവിടെ അടയാളപ്പെടുത്തണം. 23.5 നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് 23.5 അടയാളപ്പെടുത്താം. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് പാൻറ്റും ഷർട്ടുമായിരുന്നു. ഈ വർഷം പിന്നെയും ചുരിദാറും പാൻറ്റും കോട്ടും ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വരച്ചെടുക്കാം. ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്കിവിടെ ഇറക്കത്തിൻ്റെ കൂടെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്കിവിടെ തയ്യൽ തുമ്പിനായിട്ടുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1.5 ഇഞ്ചാണ് ടോട്ടൽ. നമ്മളിവിടെ 1 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചുമായിട്ട് 1.5 ഇഞ്ചാണ് കൂടുതലിട്ടിട്ടുള്ളത്.
പിന്നെ നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. വണ്ണം 36 കൊച്ചിൻ്റെ വണ്ണം വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമുക്ക് 4 കാണുമ്പോൾ 10 ഇഞ്ചാണ് വരേണ്ടത്. അപ്പം നമുക്ക് ഇവിടുന്ന് 10 ഇഞ്ച്. ഇത് നമുക്ക് മടക്കി ഇട്ടിട്ട് വേണമെങ്കിലും ഈ സൈഡ് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കുന്ന ഫ്രണ്ട് വശം മടക്കി വെക്കുന്ന, അതായത് കോളറിൻ്റെ താഴെ മടക്കി വെക്കുന്ന ഭാഗം നമുക്ക് ഈ പീസ് വെച്ചിട്ട് വേണമെങ്കിലും തയ്ക്കാം. അല്ലാതെ നമുക്ക് എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് തയ്ക്കാം. പക്ഷേ ഇത് നമുക്ക് ചുരിദാറിൻ്റെ പീസ് വെച്ചിട്ട് ഇവിടെ 2 പീസ് നമുക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഇത് നമുക്ക് മടക്കിയിട്ടിട്ട് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തേരുവശം കട്ട് ചെയ്ത് കളയും. ഇത് നമുക്ക് വരച്ചിടാം. അപ്പോൾ തേരുവശം നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് 10.5 ഇങ്ങോട്ട് പിടിക്കാം. 10.1 1 ഇഞ്ച് നമ്മൾ തുണി ഇതിൽ വരയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടിയിടണം. കാരണം എന്ന് വെച്ചാൽ ഇത് മടങ്ങി വരുമ്പോൾ നമുക്ക് ആ കുറവ് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂടുതലിടുന്നത്. അപ്പോൾ നമ്മൾ, അതായത് നമ്മൾ ഇവിടുത്തെ പോർഷൻ ഇങ്ങനെ മടക്കി വെക്കുമല്ലോ, കഴുത്തിൻ്റെ കോളറടക്കം നമ്മൾ പീസ് മടക്കി വെക്കും കോട്ടിന്. അപ്പോൾ അന്നേരം അവിടെ ഒരു 1 ഇഞ്ചിൻ്റെ കുറവ് വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാധാരണ ലൂസിൽ നമുക്ക് കുറവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ച് കൂടുതലിടുന്നത്. അപ്പം ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. നമ്മൾ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി. നമുക്കിനി ഷോൾഡറാണ്. ഷോൾഡർ 14.5. അപ്പം അതിൻ്റെ പകുതി 7.25. അപ്പോൾ 7.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ആ കൃത്യ ഷോൾഡർ തന്നെ നമുക്ക് മതി. കാരണം ഒരിക്കലും തയ്യൽത്തുമ്പൊന്നും വേണ്ട, കൂടുതൽ വേണ്ട. ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ കൃത്യമായ ഷോൾഡർ തന്നെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്കിവിടെ 1 ഇഞ്ച് ചെരിവിന് വേണ്ടി, അതായത് നമ്മൾ സ്ട്രെയിറ്റ് അല്ല വരയ്ക്കുക, നമുക്ക് ചെറിയ സ്ലോപ്പ് കൊടുക്കണം കോട്ടിന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 ഇഞ്ച് താഴ്ത്തി വരച്ചു. ഇനി നമ്മൾ ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നതാണ് കൈക്കുഴി താഴേക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കഴുത്തിന് 3.25 അടയാളപ്പെടുത്തുന്നത്. കഴുത്തിൻ്റെ അകലമായിട്ട് വരുന്നത് 2.5. അത് നമുക്കൊന്ന് ചതുരം വരയ്ക്കാം. അപ്പോൾ ഇത് +1 കൊച്ചാണ്, അത് കുറച്ച് വണ്ണമുള്ള കൊച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 36 വണ്ണം എന്ന് പറയുമ്പോൾ ഇച്ചിരി വണ്ണമുള്ള കൊച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2.5 കഴുത്തകലം എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴുത്തകലം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കോളറിന് അകലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്കായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3.25 ഇറക്കവും 2.5 അകലമായിട്ട് എടുത്തു. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ശരിക്കും കുഴിഞ്ഞല്ല, നമ്മുടെ ഷർട്ടിനൊക്കെ വരയ്ക്കുന്ന പോലെ കുഴിവില്ലാത്തൊരു യു നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്കിത് ഈ 1ലേക്ക് ചെരിച്ച് വരയ്ക്കണം. അതായത് നമ്മൾ സ്ലോപ്പിന് വേണ്ടി കൊടുത്ത 1ലേക്ക് ചെരിച്ച് വരയ്ക്കണം. ഇത് ഷോൾഡറാണ് നമ്മുടെ. അപ്പോൾ അവിടെ നമുക്ക് കൈക്കുഴി വരയ്ക്കണം. നമ്മുടെ ചെസ്റ്റ് വണ്ണം 11 ഇഞ്ചാണ്. 36ൻ്റെ കൂടെ 4 കൂട്ടി 40 വരുന്നു. 40ൻ്റെ 4 10. 10ൻ്റെ തുണിയിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തുന്നു. അപ്പം 11 ഇഞ്ച്. അപ്പോൾ നമുക്കിനി കൈക്കുഴി വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൈക്കുഴി വരച്ചെടുത്തു. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഒരു വണ്ണം നമ്മൾ അടയാളപ്പെടുത്തും, ചെസ്റ്റ് വണ്ണം മാത്രമേ അടയാളപ്പെടുത്തുള്ളൂ. ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം, ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തണം. അപ്പം വേസ്റ്റ് വണ്ണം വരുന്നത് 30. അപ്പോൾ 30ൻ്റെ കൂടെ 4 കൂട്ടും നമുക്ക് 34 കിട്ടി. 34ൻ്റെ 4 എന്ന് പറയുമ്പോൾ നമുക്ക് 8.5. 8.5യുടെ കൂടെ 1 ഇഞ്ച് നമ്മൾ കൂട്ടി 9.5. ഇതേ സെയിം വണ്ണം 36 തന്നെയാണ് ഹിപ്പ് വണ്ണവും വരുന്നത്. അപ്പോൾ ആ ഇതേ വണ്ണം നമ്മൾ ഇവിടെയും കൊടുക്കും, അതായത് 11. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു വണ്ണവും ഇവിടെ വേറൊരു വണ്ണവും ഇവിടെ വേറൊരു വണ്ണമാണെങ്കിൽ ഇതിൻ്റെ 4 ഇത് ഈ വണ്ണത്തിൻ്റെ കൂടെ 4 കൂട്ടി 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി കൊടുക്കുക. അപ്പം കറക്റ്റാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ സെയിം വണ്ണം ആയതുകൊണ്ട് 36 തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 36 ചെസ്റ്റ് വണ്ണം, 30 വേസ്റ്റ് വണ്ണം, 36 ഹിപ്പ് വണ്ണമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും 11 തന്നെ മതി. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് 3 കൂടെ കൂട്ടി യോജിപ്പിക്കണം. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ 1/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോട്ടിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് തയ്യൽ തുമ്പ് നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കാം. നമുക്കിവിടെ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റിന് നമ്മൾ ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുള്ളൂ. നമുക്ക് മടക്കി തയ്ക്കേണ്ട തയ്യൽ തുമ്പ് മാത്രം മതി. ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കോട്ട് സിമ്പിളാണ്. തയ്ക്കുന്നിടത്ത് മാത്രം ഇച്ചിരി ഒരു ടഫ് വരുള്ളൂ. അറിയത്തില്ലാത്തവർക്ക് ആ കോളറൊക്കെ പിടിപ്പിക്കാൻ ഇച്ചിരി വിഷമം വരുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. വെട്ടലെല്ലാം സിമ്പിൾ തന്നെയാണ്. കീശ വെക്കുന്നതും എല്ലാം സെപ്പറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ.
നിങ്ങൾക്ക് കൗട്ടർ തയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി കാണുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്ത് വെച്ചു ഐ ബോക്സിൽ. അപ്പോൾ നമ്മൾ കോട്ടിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തുണിയെ, ഇതിപ്പം ഓപ്പൺ സൈഡല്ല, ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ അതിനെ നേരെ തിരിച്ചിടുന്നു. നമ്മൾ ഫ്രണ്ട് വശം വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ വശം തന്നെ നമ്മൾ നേരെ തിരിച്ചിടുന്നു. ഈ ഫ്രണ്ട് വശം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെക്കുന്നു. ഇതുണ്ടോ ഈ സൈഡിൽ ഇത്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങനെ വരും. അതായത് നമുക്ക് ഇവിടെ പടി അടിക്കേണ്ടതാണ്. ആ 1/2 ഇഞ്ചാണ് നമ്മൾ അധികം ഇടുന്നതിന്. ഈ കോട്ടിൻ്റെ അടിവശം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ ഈ അടിവശം കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇറക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ണം രേഖപ്പെടുത്തണം. അതായത് നമ്മളിവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ട് തള്ളിയാണ് ഇട്ടേക്കുന്നത് ഫ്രണ്ട് പീസ്. പുറകു പീസ് നമുക്ക് 1/2 ഇഞ്ച് കുറവാണ് കേട്ടോ. അത് നമ്മുടെ ഈ പടി തയ്ക്കാൻ വേണ്ടി, അതായത് ഫ്രണ്ടിലത്തെ ചുരിദാറിൻ്റെ പീസ് നമ്മൾ വെക്കുന്നതുകൊണ്ട് നമ്മൾ പടി തയ്ക്കാനുള്ള 1/2 ഇഞ്ചാണ് ഇവിടെ തള്ളിയിട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വണ്ണം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രേഖപ്പെടുത്തിയെടുക്കാം. വേറെ നമ്മൾ പ്രത്യേകം അളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ചെയ്യുന്നത് കൈക്കുഴി. ഇത് നമ്മൾ കൃത്യമാണ് എടുത്തത്. പുറകിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തും കിട്ടണം. അപ്പോൾ 7.25 വരുമ്പോൾ നമുക്ക് 8.25 വരും. അപ്പോൾ 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുന്നും പുറകുമായിട്ട് ഷോൾഡറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഒതുക്കി കുഴിച്ച് വെട്ടുമ്പോൾ പുറകിൽ നമുക്ക് നേരെ കുഴിച്ച് വെട്ടാൻ പറ്റില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് അധികം കുഴി കൊടുക്കാതെയാണ് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തത്. അതായത് കോട്ടിൻ്റെ ആയാലും ഷർട്ടിൻ്റെ ആയാലും നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ കൂട്ടിയിടും. അടിച്ചു കഴിയുമ്പോൾ കറക്റ്റായി വരും. അപ്പോൾ നമുക്കിനി ഇത്ര നമ്മൾ കൈക്കുഴി വണ്ണം വരച്ചു, നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, നമ്മൾ കൈക്കുഴിയും കൂടെ അടയാളപ്പെടുത്താം. നമുക്ക് ഇതിലേക്ക് മുട്ടിച്ചെടുത്തു. ഇവിടെ നമുക്ക് ഇത്രയും കുഴിയുണ്ട്, കാരണം ഫ്രണ്ട് പീസുമായിട്ട് ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ മുന്നും പുറകുമായിട്ട് വരുന്നുണ്ട്. കണ്ടോ, 1/2 ഇഞ്ച് കറക്റ്റ് നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് പുറകു പീസയിൽ കൂട്ടിയിടണം. അതിന് എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ നമുക്കിവിടെ അളന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ നമുക്ക് 1.5 ഇഞ്ച് നമുക്ക് മുകളിലേക്ക്, അതായത് ഫ്രണ്ട് പീസിനേക്കാളും 1.5 ഇഞ്ച് മുകളിലേക്ക് അളന്നിട്ട് നമുക്ക് ചെയ്യാം. അതിലും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഷോൾഡറും കൈക്കുഴി വണ്ണം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് നമുക്ക് ഈ 1.5 അടയാളപ്പെടുത്തിയെടുത്തോടെ കയറ്റി വെക്കാം. അതായത് നമ്മൾ ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ മുകളിലേക്ക് ഒരു 1.5 അടയാളപ്പെടുത്തിയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പുറകു പീസ് നമുക്ക് ഒരു 1.5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് വരണം, ഇങ്ങനെ മടങ്ങി വരണം, എങ്കിൽ അത് വൃത്തിയായി വരുള്ളൂ, നമ്മൾ ഷർട്ടിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 1.5യിലേക്ക് കയറ്റി വെക്കാം. നമ്മൾ കറക്റ്റ് ഇറക്കം 23.5 എടുത്ത് കട്ട് ചെയ്ത ഫ്രണ്ട് പീസാണിത്. അതിനേക്കാളും 1.5 ഇഞ്ച് പുറകു പീസിൽ കൂടുതലിട്ടിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് കയറ്റി വെക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ പുറകു പീസിൽ 1.5 അടയാളപ്പെടുത്തിയിടത്തേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് കയറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ, അതായത് നമ്മൾ ഫ്രണ്ട് പീസിൽ സ്ലോപ്പ് കൊടുത്ത് വരച്ച പോലെ തന്നെ നമുക്ക് പുറകു പീസിൽ വരയ്ക്കണം. അപ്പം കൈക്കുഴി എല്ലാം കറക്റ്റ് തന്നെ നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് കൂടുതലിട്ട് കൈക്കുഴി അടയാളപ്പെടുത്തി വരച്ചിരുന്നു. ഇനി നമുക്ക് കഴുത്ത് മാത്രമേ വരയ്ക്കാനുള്ളൂ. അപ്പം കഴുത്ത് വരയ്ക്കുന്നതിന് മുൻപ് നമുക്കിതെടുത്ത് ഈ ഫ്രണ്ട് പീസ് എടുത്തു മാറ്റാം. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിനി ഇതിൽ കഴുത്ത് വരയ്ക്കണം. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ അടയാളപ്പെടുത്തി എടുക്കുന്ന 1 ഇഞ്ച്, കൃത്യം 1 ഇഞ്ച് ഇറക്കം നമ്മൾ ഇറക്കമായിട്ടും ഫ്രണ്ടിൽ നമ്മൾ 2.5 ഇഞ്ച് അകലമായിട്ടാണ് കൊടുത്തത്. ആ 2.5 ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നു. അപ്പോൾ നമുക്കതൊരു ചതുരമാക്കി വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ചതുരമാക്കി വരച്ചു. ഇനി നമുക്കതൊരു വിടർന്ന യു, അധികം കുഴിയാത്തതും എന്നാൽ വിടർന്നതുമായ യു വരച്ചു. അപ്പോൾ പുറകു പീസിൻ്റെ അളവുകൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് പീസ് പോലെ തന്നെ വണ്ണം കറക്റ്റ് ചെയ്യുന്നു, കൈക്കുഴി നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അതായത് ഇച്ചിരി ഒരു 1/2 ഇഞ്ച് ഡിഫറൻസ് വന്നിട്ട്, അതായത് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നു, പുറകു കുഴിച്ച് വെട്ടുന്നില്ല എന്ന് മാത്രം. അതുപോലെ ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് വരച്ചെടുക്കുന്നു. അതുപോലെ ഇറക്കത്തിൻ്റെ കൂടെ പുറകു പീസയിൽ 1.5 ഇഞ്ച് കൂടുതലിടുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനുശേഷം 1 ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കുന്നു.
ഏതൊരാൾക്കായാലും ചെറിയ പിള്ളേരായാലും വലിയ പിള്ളേരായാലും ഈ 1 ഇഞ്ച് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഫ്രണ്ടിലത്തെ കഴുത്ത് മാത്രമാണ് കോളറിൻ്റെ അതായത് പിള്ളേരുടെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നത്. അകലവും ഇറക്കവുമാണ് പ്രായത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നത്. പുറകിലത്തെ കഴുത്ത് ഇറക്കത്തിന് ഒരിക്കലും മാറ്റമില്ല. 1 ഇഞ്ച് എപ്പോഴും എല്ലാവർക്കും 1 ഇഞ്ച് തന്നെയാണ്. അകലത്തിൽ വ്യത്യാസം വരും. വണ്ണവും പ്രായമൊക്കെ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കോളർ ഇത്രയും ഇത് ചെയ്തു. ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് ഇത് വെട്ടി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടി കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മളത് തയ്യൽത്തുമ്പ് കൂട്ടിയാണ് ഫ്രണ്ടിൽ ഇട്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിൻ്റെ പുറകു പീസിൻ്റെ കൂടെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. സെയിം വണ്ണത്തിൽ നമുക്ക് വെട്ടിയെടുത്താൽ മതി. ഇനി നമ്മൾ പുറകു പീസ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിങ്ങനെ ഫ്രണ്ട് പീസ് നിവൃത്തി വെക്കുന്നു. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ അടിവശം നമ്മൾ കറക്റ്റ് വെച്ചു. അതിന് ശേഷം നമ്മൾ തയ്ക്കുമ്പോൾ ഇതാണ് ഈ പുറകു പീസ് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിട്ടത്. ഈ 1.5 ഇഞ്ച് കൂടുതലിട്ടതാണ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കോളർ വരിക. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഷർട്ടിന് ഷോൾഡർ പീസ് വെട്ടുന്നത്. അതുപോലെ ചുരിദാർ പുറകിലേക്ക് മുന്നിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. 1.5 ഇഞ്ച് പുറകു പീസിൽ കൂടുതലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ചുരിദാറിൻ്റെ ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ പീസ്. നമുക്ക് കോളറിനും കട്ട് ചെയ്യണം, ഇതിൻ്റെ ഫ്രണ്ട് പീസിലേക്കായിട്ടും കട്ട് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് പുറകു പീസയിൽ ടക്കിടുന്നത് നിങ്ങളുടെ കാണിച്ചു തരാം. അപ്പോൾ പുറകു പീസയിൽ നമുക്ക് ടക്കിടുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു 11 ഇഞ്ച് താത്തുക. മുകൾ വശത്ത് നമുക്കൊരു 15 ഇഞ്ച് താത്തുക. ടക്കിൻ്റെ നീളം വരുന്നത് 6 ഇഞ്ചാണ്. ചിലരത് 7 എടുക്കാം, 8 എടുക്കാം. അങ്ങനെ ഈ താഴെ വരെ ഇറങ്ങി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹിപ്പിന് ഭംഗി ഉണ്ടാവില്ല, ടൈറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചാണ് പ്രിഫർ ചെയ്യുക. അതായത് സ്ലിറ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നാല് നമ്മൾ 4 ഇഞ്ചാണ് സ്ലിറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നാലേ ആയിരിക്കണം നമ്മൾ ഈ ടക്ക് ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് ടക്കിൻ്റെ നീളമായിട്ട് കൊടുത്തു. അകലം ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് 36 വണ്ണമേ ഉള്ളൂ കൊച്ചിന്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ണത്തിൻ്റെ 10-1 ടക്കിൻ്റെ അകലമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 3.5 ഇഞ്ച് ടക്കിൻ്റെ അകലമായിട്ട് കൊടുത്തു. ചിലർ ഇങ്ങ് അറ്റത്ത് കൊണ്ടിടും. അതായത് ഈ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെ അങ്ങനെ നടുക്കായിട്ടിടും. പക്ഷെ അതൊരു വൃത്തി ഉണ്ടാവില്ല. പിള്ളേരുടെ ശരീരത്തിന് ഒരു ഷേപ്പും ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ ആ വണ്ണത്തിൻ്റെ 10-1 വണ്ണമായിരിക്കണം നമ്മൾ ടക്കായിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടക്കിനുള്ള അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിലെ കീശ. ഇത് നമുക്ക് വലതുവശത്താണ് നമ്മൾ കീശ വെക്കുന്നത്. ഒരു കീശയും വെക്കാം, 2 കീശയും വെക്കാം. അപ്പോൾ ഞാൻ ഇവർക്ക് ഒരു കീശയാണ് എപ്പോഴും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കീശയ്ക്കുള്ളതാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുകൾ വശത്ത് ഫ്രണ്ട് വശത്ത് വലതുവശത്ത് നമ്മൾ കീശയ്ക്ക് ഇറക്കമായിട്ട് കൊടുക്കുന്നത് 16 ഇഞ്ചാണ്. അത് പൊക്കത്തിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ 20 ഇഞ്ച് ഇറക്കമുള്ള കൊച്ചിനാണെങ്കിൽ നമ്മൾ 14 ഇഞ്ച് കൊടുക്കണം. അപ്പം 22 ആകുമ്പോൾ നമ്മൾ 16 എടുത്തു. നമുക്ക് കീശയ്ക്ക് ഒരു ഇറക്കം ഒരു 5 ഇഞ്ച് 5.5 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 16 ഇഞ്ച് ഇറക്കമായിട്ടെടുത്തു. ഈ ഫ്രണ്ടിൽ നിന്നുള്ള അകലം 2.5 ഇഞ്ച് എടുത്തു. കീശയുടെ വലിപ്പം നമ്മൾ 4.5 ഇഞ്ച് എടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് വരയ്ക്കാം. ഇത് നമുക്കൊന്ന് ബോക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ കീശ തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കീശ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കീശയ്ക്കുള്ളതും അടയാളപ്പെടുത്തി അന്നോട് പറഞ്ഞുതരാം. മുകളിൽ നമ്മൾ 16 ഇഞ്ച് മുകളിൽ നിന്ന് നമ്മൾ 16 ഇഞ്ച് ഇറക്കം, അതായത് 22 ഇറക്കം ആയതുകൊണ്ട് നമ്മൾ 16 ഇഞ്ച് ഇറക്കം കൊടുത്തു. ഇറക്കം കുറവാണെങ്കിൽ മുകളിലേക്ക് കയറ്റും. 20 ഇഞ്ച് ഇറക്കം ഉള്ളെങ്കിൽ നമ്മൾ 14 കൊടുക്കുക. അപ്പം ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി കീശയുടെ വീതി 4.5 ഇഞ്ചാണ് കൊടുത്തത്. ഇത് 1/2 ഇഞ്ച് വീതിയിൽ നമ്മളൊരു ബോക്സ് വരച്ചെടുത്തു. അപ്പോൾ കീശയുടെയും കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത്, നമുക്കിനി നോക്കേണ്ടത് ചുരിദാറിൻ്റെ പീസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്നാണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ ചുരിദാറിൻ്റെ പീസാണ് വരേണ്ടത്. ഫോട്ടോയിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ ഈ കോളർ മടക്കി വെക്കുമ്പോൾ ചുരിദാറിൻ്റെ പീസാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് ഫ്രണ്ടിലത്തെ ഇവിടെ പീസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് 4 പീസ് ഉണ്ട്. നമ്മൾ ചുരിദാർ വെട്ടിയതിൻ്റെ സൈഡ് വശം 4 പീസായിട്ടുണ്ട്. അതിൽ 2 പീസ് നമ്മൾ എടുത്തു. 2 പീസ് നമ്മൾ മാറ്റി വെച്ചു. അത് നമുക്ക് കോളറിന് വേണം.
അതിനുശേഷം ഇത് നമുക്ക് വീതിയുള്ള വശം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഇട്ടു. അതിനുശേഷം ഈ ഫ്രണ്ട് പീസിനെ നമ്മൾ എടുത്തു. നമുക്ക് പുറകു പീസ് മാറ്റി വെക്കാം. നമുക്ക് ഈ ചുരിദാറിൻ്റെ പീസ് നമുക്കിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. അതായത് ഇവിടെ നമുക്ക് തേര് വശം വന്നാലും കുഴപ്പമില്ല. കാരണം അതാണ് നമ്മളല്ലേ ഓവർലോക്ക് മെഷീനൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കുകയൊക്കെ ചെയ്യണം. അതിലും എളുപ്പം ഇവിടെ തേര് വശം വരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴുത്തിൻ്റെ വശം നമ്മൾ ഈ ഇതിലേക്ക് തേരല്ലാത്ത വശത്തേക്ക് നമ്മൾ തിരിച്ചു വെക്കും ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും വീതിയുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ കവറാകുന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കണം. ഒരു 2 ഇഞ്ച് വീതി മതിയാവും ചുരിദാറിൻ്റെ പീസിന് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ താഴെ നമുക്കൊരു 2-2.5 ഇഞ്ച് വീതി മതിയാവും. അപ്പോൾ തീരെ തുണി കുറവാണ് നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചിട്ട്, ഇവിടെ ഇപ്പം തുണി ഇല്ലെങ്കിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടുത്തെ വീതി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് തുണി ഉള്ളതുകൊണ്ട് നമ്മൾ 2-2.5 ഇഞ്ച് വീതിയിൽ അത് കിട്ടുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ, എളുപ്പം പരിപാടി കഴിയും. ഈ തേരുവശം ഇങ്ങോട്ട് വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മടക്കി അടിക്കൽ ഒഴിവാക്കാം. അതുപോലെ നമുക്ക് ഓവർലോക്ക് ചെയ്യുന്നതും ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേരുവശം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുത്തുന്നത്. നമുക്ക് ഈ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ കട്ടിങ് കഴിഞ്ഞു. ഇങ്ങനെ വരുന്നത് കണ്ടോ. നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ വരും. അതിന് നമ്മൾ കോട്ടിടുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിടക്കുന്നത് കണ്ടോ. ഇവിടെ കോളർ വരും, ഇവിടെ നമ്മുടെ ഇങ്ങനെ വരും. ഇനി നമുക്ക് കോളറും കൂടി കട്ട് ചെയ്യാനുള്ളൂ. അപ്പം കോളറിന് കട്ട് ചെയ്യുന്നത് ഒന്ന് ഈ കോട്ടിൻ്റെ ഈ പീസും ഒന്ന് നമുക്ക് ചുരിദാറിൻ്റെ പീസുമായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം കോളറയിൽ നമുക്ക് ആ പീസിൻ്റെ കഷ്ണം വെക്കേണ്ടതാണ്. അപ്പോൾ കോളർ മടക്കുമ്പോൾ ചുരിദാറിൻ്റെ പീസാണ് കാണേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ഇതിലൊരു പീസ് നമ്മളെടുത്തു. അതിനുശേഷം ഇതിനെ നമുക്ക് രണ്ടാക്കി മടക്കാം. മടക്കി നമുക്ക് ക്യാൻവാസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് സാധാരണ മടക്കി വെക്കുന്ന ഒരു കോളറാണ്. സ്റ്റിപ്പ് വെച്ച് തയ്ക്കുന്നവരുണ്ടാവാം. ഞാനിപ്പോൾ സ്റ്റിപ്പ് തയ്ക്കുന്നില്ല. കാരണം ഒരുപാട് പിള്ളേർക്ക് ഇതുപോലെ ഡ്രസ്സ് തയ്ക്കേണ്ടതുകൊണ്ട് നമുക്ക് സ്റ്റിപ്പ് വെച്ച് തയ്ക്കുമ്പോൾ താമസവും വരും. നമുക്ക് അത് പെട്ടെന്ന് തയ്ച്ചെടുക്കലും നടക്കില്ല. അതുകൊണ്ട് വേഗം തയ്ച്ചെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കോളർ തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 12.5 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് തുണി തന്നെയാണ്, നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ടൈലൊന്നും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തും. ഞാനിവിടെ 6.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറക്കം നമുക്ക് ഒരു 3.5 ഇഞ്ച്, ഒരുപാട് വീതി വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3.5 ഇഞ്ച് ഇറക്കവും അടയാളപ്പെടുത്തി. പതിനാല് ഇഞ്ചാണ് കോളറിൻ്റെ സൈസ് വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ 12.5 അല്ലെ 13 ഇഞ്ചാണ് കൊടുക്കുക. ഒരു സാധാരണ കോളറിൻ്റെ അത്രയും കൊടുക്കില്ലല്ലോ. ഇങ്ങനെ മടക്കി വെക്കുന്നതായതുകൊണ്ട് കുറച്ചാണ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 6.25 അടയാളപ്പെടുത്തി, അതായത് 13.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 14 വേണ്ടത്, 1/2 ഇഞ്ച് കുറച്ചാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. തയ്ച്ചു കഴിയുമ്പോൾ 1/2 ഇഞ്ചും കൂടെ കുറയും, കാരണം തയ്യൽത്തുമ്പോൾ കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് വീതിയും 6.25 നീളമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷേപ്പ് കൊടുക്കണം. നീളം ഇത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓരോ പിള്ളേർക്കും കോളറിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അത് കോളറിനേക്കാളും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ ചുരിദാറിൻ്റെ, അതായത് കോട്ടിൻ്റെ കോളർ തയ്ക്കുമ്പോൾ എടുക്കേണ്ടത്. സാധാരണ നമുക്കിപ്പോൾ ഇതിന് കൊച്ചിന് 14 ഉണ്ട്. അപ്പം നമുക്ക് 14 വേണ്ട. പകരം നമ്മൾ 14-ന് പകരം നമ്മൾ 13.5 തയ്ക്കാനായിട്ട് വെട്ടിയെടുത്തിട്ടുള്ളത്. തയ്ച്ചു കഴിയുമ്പോൾ പിന്നെ 1/2 ഇഞ്ചും കൂടെ കുറയും. അപ്പം നമുക്ക് 13 ഇഞ്ച് നിൽക്കും. അതായത് കോളറിനേക്കാളും 1 ഇഞ്ച് കുറഞ്ഞിട്ടാണ് കോട്ടിൻ്റെ കോളർ നിൽക്കുക. അപ്പം നമുക്ക് ഈ 3.5 നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നത്, വീതി നമ്മൾ 3.5 അടയാളപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം താഴെ വശത്ത് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇത് താഴെ വശമാണ് കോളറിൻ്റെ, ഇത് മുകൾ വശമാണ്. അപ്പം മുകൾ വശത്ത് നമ്മൾ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തും, ഒരു ചെറിയ ചെരുവ്. അപ്പോൾ നമുക്ക് ഈ 1 ഇഞ്ചും 1/4 ഇഞ്ചും അടയാളപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ നടുക്കുള്ള പീസ് വരുന്നത് 2.25. അപ്പോൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഈ 3.5 അടയാളപ്പെടുത്തി ഇതിലേക്ക് ചെരിച്ച് വരയ്ക്കാം. വലിയ ഷേപ്പ് സ്കെയിലുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വരച്ചാൽ മതി, എളുപ്പം പരിപാടി കഴിയും. ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ചെരുവ് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇവിടെ കൂടുതലും കോളറിൻ്റെ
മുകൾ വശത്ത് കുറവുമായിട്ടാണ് വരുന്നത്. താഴെ വശത്ത് അതായത് തുണിയോട് ചേരുന്ന ഭാഗത്ത് കൃത്യമായ അളവും ഇവിടെ 1/4 ഇഞ്ച് കുറവും, അതായത് മുകൾ വശത്ത് 1/4 ഇഞ്ച് കുറവുമായിട്ടാണ് നമ്മൾ സൈഡ് വരച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 3.5 ഇഞ്ചാണ് വീതി കൊടുത്തിട്ടുള്ളത്, 6.25 നീളം കൊടുത്തിട്ടുള്ളത്. ബാക്കി താഴെ വശത്ത് തുണിയോട് ചേരുന്ന വശത്ത് 1 ഇഞ്ച് ഷേപ്പ് കൊടുത്തു, മുകൾ വശത്ത് കോളറിൻ്റെ അവിടെ 1/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ കൃത്യമായ 6.25 തന്നെ രേഖപ്പെടുത്തി. അതിനുശേഷം കോളറിൻ്റെ മുകൾ വശത്തേക്ക് 1/4 ഇഞ്ച് തിരിച്ചു വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ. ഇത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. ഇനി ഇതുപോലെ നമ്മൾ കോട്ടിൻ്റെ ഒരു പീസും കൂടെ, അതായത് ഈ ക്രീം കളറും കൂടെ നമ്മൾ എടുക്കണം, എന്നാലേ നമുക്ക് കോട്ട് ക്ലിയർ ആയി വരുള്ളൂ. കീശയ്ക്കൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കീശ നമ്മൾ ഈ കഷ്ണം തന്നെ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രീമും കൂടെ എടുക്കാം. കിട്ടുമോ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേ സ്പേസിൽ അല്ലെങ്കിൽ ഇതേ വീതിയിൽ നീളത്തിൽ നമ്മൾ ഈ പീസും കൂടെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. പിന്നെ കീശയും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു കൊച്ചിൻ്റെ യൂണിഫോമിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് തയ്ക്കുന്ന വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ തയ്ക്കുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ് കട്ടിങ് ഉള്ളത്. ഇതേ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ നിന്ന് ഇപ്പോൾ ഇച്ചിരി വീഡിയോ ഇടാൻ താമസിക്കുന്നത്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോ ഞാൻ ഇടാത്തത്. ഉടനെ ആ യൂണിഫോമിൻ്റെ വർക്ക് തീർന്ന ഉടനെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ യൂണിഫോം കട്ട് ചെയ്യുന്നതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്